സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കോമാളി എന്ന് വിളിച്ച മുൻ മന്ത്രി പി കെ അബ്ദുറബ്ബ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല ഘട്ടങ്ങളിലായി നല്ല സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷേ കോമാളിയായ സെക്രട്ടറി ആദ്യമാണെന്നായിരുന്നു പരാമർശം. എം വി ഗോവിന്ദൻ എന്തെങ്കിലും മിണ്ടിയാൽ അതിൽ ട്രോളാനുള്ള വകയുണ്ടാകും. എം വി ഗോവിന്ദന്റെ ശരീരഭാഷയെയും അബ്ദുറബ്ബ് പരിഹസിച്ചു. ഫൈനൽ വരാനിരിക്കുകയാണ്. ആ ഫൈനലാണ് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകും. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് UDF-ഉം അതിന്റെ ഘടകകക്ഷികളും അതിന്റെ പോഷക സംഘടനകളും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും നടത്തണ്ടേ എന്ന് വിചാരിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ ഒരു യാത്രയുമായി ഇറങ്ങിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല കാലഘട്ടങ്ങളിലും നല്ല നല്ല സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കോമാളിയായ ഒരു സെക്രട്ടറി ആദ്യമായിട്ടാണ് പാർട്ടിക്കുണ്ടാകുന്നത്. അദ്ദേഹം എന്തെങ്കിലും മിണ്ടിയാൽ അത് ആളുകൾക്ക് വാർത്തയാക്കാനുള്ള അല്ലെങ്കിൽ പിന്നെ ട്രോൾ ചെയ്യാനുള്ള വക ഉണ്ടാകും. കാരണം നേരായിട്ടുള്ളതൊന്നും അദ്ദേഹം പറയാറില്ല. അദ്ദേഹത്തിന്റെ ആ ചിരി കൊട്ടി പല്ലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ശരീരഭാഷ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം തന്നെ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ജാഥ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കസേലകളൊക്കെ നമ്മൾ കണ്ടു കുറെ സ്ഥലങ്ങളിൽ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. സോണൽ, വ്യക്തിയധിക്ഷേപത്തിന് ഒരു പരിധിയില്ല എന്ന് ലീഗ് നേതാക്കൾ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ്, അതും മുൻമന്ത്രി? തീർച്ചയായിട്ടും ഇത് തിരൂരങ്ങാടിയിൽ യൂത്ത് ലീഗിന്റെ ഒരു റാലി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പി കെ അബ്ദുറബ്ബിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം വി ഗോവിന്ദനെ, അതായത് ഇതിനു മുൻപും CPM-ന് ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറിമാർ, നല്ല പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കോമാളിയായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് അബ്ദുറബ്ബിന്റെ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഇത് തെറ്റായ രീതിയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നവർ പറയുന്നത്. എന്തായാലും LDF-ന്റെ ജാഥ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അബ്ദുറബ്ബിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ പരാമർശം ഇത്തരം പരാമർശം ഏത് കാലത്തും അബ്ദുറബ്ബിന്റെ ഭാഗത്തു നിന്ന് ഇതിനു മുൻപും എം വി ഗോവിന്ദന് നേരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും പുതുതായി ഇന്ന് രാവിലെ നടന്ന ഒരു പരിപാടി, യൂത്ത് ലീഗിന്റെ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന വേദിയിലാണ് അത്തരമൊരു ഗൗരവമേറിയ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വ്യക്തിയധിക്ഷേപം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത്തരമൊരു സംഭവം അബ്ദുറബ്ബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാധു, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മുൻ മന്ത്രിയാണ്. നോക്കൂ, നമുക്ക് വ്യക്തിയധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയമൊക്കെ നിരന്തരം ചർച്ച ചെയ്തൊരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോഴും ബസ് കിട്ടാതെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ശാരീരിക സവിശേഷതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരാളെ അധിക്ഷേപിക്കാനുള്ള ഒരു കാരണമായി കാണരുത് എന്ന് നമ്മൾ നിരന്തരം പറയുന്നതാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് കാലഘട്ടത്തോട് സംവദിക്കാൻ കഴിയണം. പി കെ അബ്ദുറബ്ബ് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ട്രോളൊക്കെ ഇടാറുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ. അദ്ദേഹമാണോ ഇനി അത് കൈകാര്യം ചെയ്യുന്ന മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഏത് ട്രോളിനും എന്ത് തരത്തിലുള്ള വിശേഷങ്ങൾക്കും ഒക്കെ പരിധിയുണ്ട്. അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുന്ന ഒന്നാകരുത് എന്ന നിർബന്ധ ബുദ്ധി ഈ സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്.